മുല്ലശ്ശേരി പഞ്ചായത്തിലെ ജനകീയ ഹോട്ടൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സമരത്തിലേക്ക്. കഴിഞ്ഞ ഒരു വർഷമായി നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞ് കുടുംബശ്രീയുടെ ഹോട്ടൽ അടച്ചിരിക്കുകയാണ്. നിരവധി ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവർക്കും യാത്രക്കാർക്കും ഉപകാരപ്രദമായ ഹോട്ടൽ അടഞ്ഞുകിടക്കുന്നത് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജനകീയ ഹോട്ടൽ തുറന്നു കൊടുത്തില്ലെങ്കിൽ ശക്തമായ സമര നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് ക്ലെമന്റ് ഫ്രാൻസിസ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ആ ജനകീയ ഹോട്ടൽ അടച്ചിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആ ഹോട്ടൽ റിന്യൂവേഷൻ്റെ പേരും പറഞ്ഞാണ് ആ ഹോട്ടൽ അടച്ചിട്ടത്. റിന്യൂവേഷൻ്റെ 3/4 ഭാഗം പണികൾ പൂർത്തീകരിച്ചിട്ട് നിസ്സാരമായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് അതിൻ്റെ ആ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ, ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ, ആ ഹോട്ടൽ തുറന്നു കൊടുക്കാൻ ഇതുവരെ പഞ്ചായത്ത് അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഇത് നിരവധി തവണ പഞ്ചായത്തിൽ ഉന്നയിച്ചിട്ടും വളരെ നിസ്സംഗതയോടെ ഈ പ്രശ്നത്തെ കാണുകയും അതിനൊരു ഗൗരവം കൊടുക്കാതെ ജനോപകാരപ്രദമായി ചെയ്യേണ്ട, വളരെ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ട ഈ വിഷയത്തിൽ പഞ്ചായത്ത് വളരെയധികം അവധാനത പുലർത്തുകയും അത് തുറന്നു കൊടുക്കുന്നതിൽ കാലതാമസം നേരിടുകയും ചെയ്തിരിക്കുകയാണ്. ഇനിയും അത് തുറന്നു കൊടുക്കാൻ താമസം വന്നാൽ ശക്തമായ സമരവുമായി പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും.